إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ ശ്രദ്ധിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും അവന്റെ വിധി വിലക്കുകളും കഴിവിന്റെ പരമാവധി പുലർത്തിപ്പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണെന്ന് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. നാം ഇന്ന് അനുഭവിക്കുന്നത് പോലെ മഴ കൂടി വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ദുആ ചെയ്യേണ്ട സന്ദർഭമാണ്. മഴയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉപകാരം ചോദിക്കുവാനും ഉപദ്രവത്തിൽ നിന്ന് കാവൽ ചോദിക്കുവാനും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. കാറ്റും അതുപോലെ തന്നെയാണ്. കോരിച്ചൊരിയുന്ന മഴയിൽ ഇന്നിന്റെ ലോകത്തിന് ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ആ ഒരു സന്ദേശത്തിലൊരു സന്ദേശം മനുഷ്യൻ ദുർബലനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ഷോഭം അതെന്തായാലും നമുക്കറിയുന്നത് പോലെ ഇന്നിന്റെ സമൂഹം അതിനർഹരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ നമുക്ക് നൽകിയിട്ട് ആ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദികേടാണ് ഈ മനുഷ്യ സമൂഹം ഒരു ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അവസരങ്ങൾ മനുഷ്യന്മാർ നന്നാവാൻ വേണ്ടി നമുക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ചില പ്രളയങ്ങൾ, അതുപോലെ തന്നെ കൊറോണ പോലുള്ള രോഗങ്ങൾ, ചെറുത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലേക്ക് ഇറക്കുമ്പോ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു ഉദ്ദേശമുണ്ട്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. വലനുദീഖന്നഹും, നാം അവരെ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബർ, വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് ചെറിയ ശിക്ഷകൾ ഞാൻ അവരെ അനുഭവിപ്പിക്കും, ആസ്വദിപ്പിക്കും. എന്തിനാണെന്നറിയോ? ലഅല്ലഹും യർജിഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാൻ. നമ്മുടെ മനുഷ്യന്മാരുടെ ദൗർബല്യം മനസ്സിലാക്കി നാം ഓരോരുത്തരും അള്ളാഹുവിലേക്ക് എത്രമാത്രം ആവശ്യക്കാരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഇബറത്തുകൾ നമുക്ക് നൽകുന്നതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മനുഷ്യന്മാർ പാഠം ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടക്കിടക്ക് നമ്മളെ പഠിപ്പിക്കുന്നതാണ്, നിങ്ങൾ ദുർബലരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒന്ന് തന്നാൽ അതിനെ തടുത്തു നിർത്താൻ ഒരാളെ കൊണ്ടും സാധിക്കുകയില്ല. അതുകൊണ്ട് ഇതൊക്കെ നമുക്കൊരു പാഠമാണ്.
അള്ളാഹുവിനോട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിൽ നിന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതുപോലെ തന്നെ ദുനിയാവിലുള്ള മുസീബത്തുകൾ നീങ്ങിപ്പോകാൻ ഏറ്റവും കരണീയമായിട്ടുള്ളത് ഇസ്തിഗ്ഫാറാണ്. പൂർവികരായ സഹാബികൾ മുതൽ ഇങ്ങോട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന കൈമാറി വന്ന ഒരു പാഠകത, ദുനിയാവിലേക്ക് എന്തൊരു മുസീബത്ത് ഇറങ്ങുന്നില്ല മനുഷ്യന്മാരുടെ തെറ്റുകുറ്റങ്ങൾ കൊണ്ടല്ലാതെ. ആ ഇറക്കപ്പെട്ട ഒരു മുസീബത്തും ദുനിയാവിൽ നിന്ന് ഉയർത്തപ്പെടുകയില്ല ആളുകളുടെ ഇസ്തിഗ്ഫാർ കൊണ്ടല്ലാതെ. അതുകൊണ്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും നാം ഓരോരുത്തരും ഏറ്റവും പവിത്രമായ ഒരു മാസത്തിന്റെ പവിത്രമായ ദിവസങ്ങളുടെ തുടക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ ഈ പവിത്ര ദിവസങ്ങളുടെ മഹത്വം മനസ്സിലാക്കി നമുക്ക് ധാരാളക്കണക്കിന് അമലുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഉലമാക്കൾ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ധാരാളമായി നമ്മൾ വർദ്ധിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അമലാണ് തക്ബീറുകൾ എന്നുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നുള്ള തക്ബീർ ധ്വനികൾ ധാരാളം നമ്മൾ വർദ്ധിപ്പിക്കേണ്ട സന്ദർഭമാണ്. അതുപോലെ തന്നെ ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ. ചില ഉലമാക്കൾ പറഞ്ഞു, ഏറ്റവും നല്ല സൽക്കർമ്മം എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. അത് ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ദിനരാത്രങ്ങളിലാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് വരാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അറഫ നോമ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ ബലികർമ്മം എന്നുള്ളത്. കഴിഞ്ഞയാഴ്ച നമ്മൾ ഖുതുബ അവസാനിപ്പിച്ചത് ബലികർമ്മത്തിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട. നാം അറിയേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിലേക്ക് മാത്രം നിശ്ചയിക്കപ്പെട്ട ഒരു നിയമമല്ല ബലികർമ്മം എന്നുള്ളത്. മറിച്ച് പൂർവിക സമുദായങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നിയമമാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, വലികുല്ലി ഉമ്മത്തിൻ, എല്ലാ ജനതയിലേക്കും എല്ലാ ഉമ്മത്തുകളിലേക്കും ജഅൽനാ മൻസകൻ, നാം അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മൻസക്, നുസ്ക് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞു അത് അറവാണ്. ആ അറവ് എല്ലാ സമുദായത്തിലേക്കും നാം നിയമമാക്കിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ആയത്തിൽ പറഞ്ഞു, എന്തിനാണ് ഈ ഒരു നിയമം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തന്നത്? നാം അറിയുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തുകൾക്ക് എന്തു തന്നെ ഇബാദത്തുകൾ നിശ്ചയിച്ച് തന്നിട്ടുണ്ടെങ്കിലും ആ ഇബാദത്തുകൾക്ക് പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടാകും. ആ ലക്ഷ്യം നേടാനാണ് യഥാർത്ഥത്തിൽ ഇബാദത്തുകൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അറവുമായി ബന്ധപ്പെട്ട ഇബാദത്തുകൾക്ക് പിന്നിലുള്ള ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ ബാക്കി ഭാഗമായി പറഞ്ഞത് അല്ലാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയാണ്. അവർക്ക് ഉപജീവനത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള കന്നുകാലികളിൽ നിന്ന് അവന്റെ നാമം ഉച്ചരിച്ച് ആ ബലിമൃഗത്തെ അറുക്കപ്പെടാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബലി എന്നുള്ള നിയമം നമുക്ക് ഉണ്ടാക്കി തന്നത് എന്ന് നാം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഇബാദത്തുകളും പരിപൂർണമായി ഇഖ്ലാസോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഈ ബലികർമ്മത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നബിയോട് പറയാൻ വേണ്ടി പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, അതുപോലെ തന്നെ വനുസുകി, എന്റെ അറവ്, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് ലോകരക്ഷിതാവായ അല്ലാഹുവിന് മാത്രമാകും. ഏതുപോലെ നമ്മൾ നമസ്കരിക്കുന്നത് അത് പരിപൂർണമായി അല്ലാഹുവിന് വേണ്ടിയാണ്. അതുപോലെ ആയിരിക്കണം നമ്മൾ നടത്തുന്ന അറവുകൾ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, സാന്ദർഭികമായി അറവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വളരെ ഗൗരവത്തിൽ ഉണർത്തുവാനുള്ളത്, നാം അറിയുന്നത് പോലെ നമ്മുടെ ഒരുപാട് കർമ്മങ്ങളിൽ നിന്ന് ഇഖ്ലാസ് നഷ്ടപ്പെട്ടതുപോലെ ഈ ഒരു കർമ്മത്തിൽ നിന്ന് ഇഖ്ലാസ് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത് നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കത് ബോധ്യപ്പെടുത്തി തരും. കാരണം ഇഖ്ലാസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കർമ്മം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് കാര്യമായി ഒന്നും പ്രതീക്ഷിക്കാൻ വകുപ്പില്ല. അതുകൊണ്ട് ഏതൊരു കർമ്മത്തിന്റെ പിന്നിൽ നമുക്ക് ഉണ്ടാകേണ്ടത് ഇഖ്ലാസാണ്. കാരണം നമ്മൾ ഇന്ന് അറിയുന്നത് പോലെ ഹജ്ജിന്റെയും ഉംറയുടെയും
പ്രഥമമായ കാര്യം എന്ന് ചോദിച്ചാൽ മക്കത്ത് പോയി ഫോട്ടോ എടുക്കുക, അത് സ്റ്റാറ്റസ് ആയി വെക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങൾ, നമ്മുടെ മുൻഗാമികൾ ഹജ്ജിന് പോയിട്ടില്ലേ? അവർ ഉംറക്ക് പോയിട്ടില്ലേ? എത്ര ത്യാഗം സഹിച്ചിട്ടാണ് നമ്മുടെ പൂർവികരായ ആളുകൾ ഹജ്ജിന് ഉംറക്ക് പോയത്? പ്രായമുള്ള ആളുകൾക്കറിയാം, സ്വത്തുള്ള ആളുകൾ അത് വിഹിതം വെച്ച്, അതുപോലെ തന്നെ വസിയത്തുകൾ കൈമാറി ആ പോകുന്ന യാത്ര അവർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് നമ്മുടെ പൂർവികരായ ആളുകൾ ഹജ്ജിന് ഉംറക്കൊക്കെ പോയിരുന്നത്. ഇന്ന് അതൊക്കെ മാറി ഏറ്റവും സുഖത്തിലും സൗകര്യത്തിലും യാത്ര പോയി ഇബാദത്തുകൾ ചെയ്ത് അവിടെ കഴിഞ്ഞുകൂടേണ്ടതിന് പകരം അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുക, എന്നിട്ടത് ഗ്രൂപ്പിൽ അവിടെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുന്ന് പോയ ഒരാള് മക്കയിൽ എവിടെ ഉണ്ടെന്നുള്ളത് അന്ന് അതാത് മണിക്കൂർ നമുക്കറിയും അല്ലെ. തവാഫിനുണ്ടായാൽ മതാഫിനുണ്ടായാൽ അവിടെ അറിയും, ഹറമിലാണെങ്കിൽ അവിടെ അറിയും, ഹറമിന്റെ പുറത്താണെങ്കിൽ അറിയും. എല്ലാ സമയത്തും ഈ സ്റ്റാറ്റസ് ഇങ്ങനെ ഹറമിൽ പോയി സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് സത്യത്തിൽ നമ്മുടെ ഇഖ്ലാസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇന്നിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോകുന്നത് അതൊരു ഉത്സവമാണ്, ഒരു ആഘോഷമാണ്. ആളെ വിളിച്ചു കൂട്ടി, സദ്യ ഉണ്ടാക്കി, വിളംബരം നടത്തി, സ്റ്റാറ്റസ് ഇട്ട് പരസ്യപ്പെടുത്തി, ചിലർ പത്രത്തിൽ കൊടുക്കും. പേരോ ആളുകളോട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചോദിക്കാം, പക്ഷെ ഉദ്ദേശം നാലോക അറിയിക്കാൻ. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനുണ്ടാവും ഒരു ആഘോഷം, ഭക്ഷണ പരിപാടികൾ ഉണ്ടാവും. എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞാൽ അതുവരെ കേവല നാമം ഉണ്ടായതിനപ്പുറത്ത് തിരിച്ചു വന്നാൽ ആ പേരിനോടൊപ്പം ഹാജി എന്നൊരു ഓമന പേരുണ്ടാവും. കാരണം എന്തറിയോ, പോകുന്ന അതല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം എന്താണെന്നറിയോ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ന് ഖബൂൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ധന്യതയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം കഴിഞ്ഞു, എന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു, എന്റെ ഉംറ സ്വീകരിച്ചു, എന്റെ നോമ്പ് സ്വീകരിച്ചു, എന്റെ സക്കാത്ത് സ്വീകരിച്ചു എന്നുള്ള ഒരു ധന്യതയിലാണ് സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം പലരും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അറിയോ? പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, കഴിഞ്ഞ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് നിങ്ങളിൽ ഖബൂൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്തൊരു ഉറപ്പാ സഹോദരങ്ങൾ നമുക്കുള്ളത്. എത്രമാത്രം ഇഖ്ലാസിന്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പറയപ്പെടുന്ന ഹജ്ജും ഉംറയും ഇതിന്റെ കർമ്മത്തിനൊരു നാന്ദി കുറിച്ചൊരു സംഗതിയുണ്ട്. എന്താ? കഅബയിലെ കഅബ പടുത്തുയർത്തൽ. നമുക്ക് അറിയുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മാഈലും അലൈഹിസ്സലാം അജ്മഈൻ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരമാണ് കഅബ അതിന്റെ അസ്തിവാരത്തിൽ നിന്ന് പടുത്തുയർത്തിയത്. വഇദ യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വ ഇസ്മാഈൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മാഈലും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കഅബാലയം പടുത്തുയർത്തി. പണി കഴിഞ്ഞവർ തിരിച്ചു പോവുകയല്ല ചെയ്തത്. ഏതുപോലെ നമ്മൾ ഹജ്ജ് കഴിഞ്ഞ് ഉംറ ചെയ്ത് നമ്മുടെ പേരിനോടൊപ്പം ഒരു ഹാജി എന്ന ഓമന പേരിട്ട് നമ്മൾ ഒരു പരിപാടി നടത്തി ഒരു ഹാജിയായി നടക്കുകയല്ല ചെയ്തത്. മറിച്ച് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആ പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം അവർ രണ്ടാളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചതെന്ന് പറയും, റബ്ബന തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ ഈ കർമ്മം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്നുള്ളതാണ് അവർ രണ്ടാളുകൾ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് വിശ്വാസികളെ, കർമ്മം ചെയ്യുന്നതിനപ്പുറത്ത് ഞാൻ നിങ്ങളോട് ഏറെ പേടിക്കേണ്ട കാര്യം ഖബൂലിയത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് എത്ര ആളുകൾക്ക് ഖബൂലിയത്ത് അത് ലഭിച്ചുകൂടി എന്നുള്ളത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഈ ഉദ്ഹിയത്തിന്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇന്നിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉരുവിന്റെ വലുപ്പവും അതിന്റെ വിലയുമാണ് നമ്മുടെ നാട്ടിലെ ചർച്ച. അല്ലേ? ഞാൻ വാങ്ങിയ പോത്തിന് 2.5 കിണ്ടൽ, ഞാൻ വാങ്ങിയ പോത്തിന് 2 ലക്ഷം എന്നുള്ള ചർച്ച സജീവമായി നടക്കണം. ഉരുവിനെ അറുത്തിട്ടില്ല, വാട്സ്ആപ്പ് സ്റ്റാറ്റസുകൾ വന്നു തുടങ്ങി, അതിന്റെ പേരിൽ പൊങ്ങച്ചം കുറച്ചു തുടങ്ങി. ഇതാ ഞാൻ പറയുന്നത്. കർമ്മങ്ങൾ ചെയ്യുന്നതിനപ്പുറത്ത് സഹോദരങ്ങളെ, ആ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ടോ നമ്മൾ പരിശോധിക്കണം. അതിലേറ്റവും അപകടമാണ് റിയാഇ എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിൽ ഏറ്റവും ഭയപ്പെട്ടതാണ്, അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ, ഞാൻ നിങ്ങളിൽ നിന്ന് ഭയപ്പെടുന്ന ചെറിയ ശിർക്കിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ശിർക്കുണ്ട്. എന്താണെന്നറിയോ? റസൂൽ പറഞ്ഞു, റിയ, ലോകമാന്യത.
പ്രകടനപരത. എന്തു ചെയ്താലും സഹോദരങ്ങളെ അത് മറ്റുള്ള ആളുകളെ അറിയിക്കണമെന്നുള്ളത് വരാം. ഒരു കർമ്മവും നാലാൾ അറിയാതെ ചെയ്യാൻ ഉമ്മത്തിന് കഴിയില്ല. അതുകൊണ്ട് ഈ അറിവിന്റെ കാര്യത്തിൽ നമ്മൾ ഏറെ പേടിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമ്മളെ ഉരുവിന്റെ കോട്ടിന്റെ വലുപ്പമല്ല, അതിന്റെ വിലയല്ല അല്ലാഹുവിന് ആവശ്യം. അതിന്റെ ഒരു മാംസമോ അതിന്റെ രക്തമോ അല്ലാഹുവിന് ഒരു ആവശ്യമില്ല. അല്ലാഹു പറഞ്ഞതെന്നറിയോ, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. നിങ്ങൾ അറുക്കുന്ന ഉരുവിന്റെ മാംസമോ രക്തമോ ലൻ യനാലല്ലാഹ്, അത് അല്ലാഹുവിലേക്ക് എത്തിച്ചു വരികയില്ല. വലാകി യനാലുഹു തഖ്വാ മിൻകും. പക്ഷെ നിങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് എത്തുന്നത് എന്താണെന്നറിയോ, നിങ്ങളുടെ ഭക്തിയാണ്, തഖ്വയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഈ ആയത്തിന്റെ തഫ്സീറിൽ നാസിർ സഈദി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഐ ലൈസൽ മഖ്സൂദു മിൻഹാ ദബഹുഹാ ഫഖത്ത്. ഈ ആയത്ത് കൊണ്ട് ഒരാള് അദ്ദേഹത്തിന്റെ അറിവിന്റെ ഉദ്ദേശം കേവലം അറുക്കുകയല്ല, മറിച്ച് വലാ യനാലല്ലാഹു മിൻ ലുഹൂമിഹാ വലാ ദിമാഉഹാ ശൈ. നിങ്ങൾ അറുത്ത ഉരുവിന്റെ മാംസമോ രക്തമോ അതിൽ നിന്ന് ഒന്നുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എത്തുകയില്ല. കാരണം അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ കാര്യത്തിലും ധന്യനാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സർവസ്തുതിക്കും അർഹതയുള്ളവനാണ്. എന്നിട്ട് നാസിർ സഈദി പറഞ്ഞു, വഇന്നമാ യനാലുഹുൽ ഇഖ്ലാസു ഫീഹാ. നിങ്ങൾ ആ ചെയ്യുന്ന കർമ്മമുണ്ടല്ലോ, വലിയ എന്നുള്ള കർമ്മം, ആ കർമ്മത്തിലെ നിങ്ങളുടെ ഇഖ്ലാസാണ് അല്ലാഹുവിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിന്റെ വലുപ്പമോ അതിന്റെ വിലയുമല്ല, മറിച്ച് നിങ്ങൾ നടത്തുന്ന അറിവിന്റെ അതിന്റെ ഇഖ്ലാസാണ് നിങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് എത്തുക. വൽ ഇഹ്തിസാബ്, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ പ്രതിഫലേച്ഛയുണ്ടല്ലോ, പ്രതിഫലേച്ഛ ഉണ്ടാകുന്നത് ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴാണ്. എങ്ങനെ നമ്മളൊരു പ്രവൃത്തിക്ക് ആത്മാർത്ഥത ഉണ്ടാകുമ്പോഴാണ് അതിൽ നിന്നൊരു പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രതീക്ഷിക്കുക. മറിച്ചെന്താണെന്നറിയോ, ഇഖ്ലാസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ആ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എന്താണെന്നറിയോ, ലോകത്ത് നാട്ടിലൊരു പേരും പ്രശസ്തിയാണ് ആളുകൾ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പോത്തിന്റെ ഫോട്ടോ വാട്സപ്പിൽ വരുന്നത്, അതാണ് സ്റ്റാറ്റസ് വരുന്നത്, അതാണ് പൊങ്ങച്ചം പറയുന്നത്, അതിന്റെ വില പരസ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് നാസിർ സഈദി പറഞ്ഞു, വന്നിയത്തു സാലിഹ, അതുപോലെ തന്നെ നിങ്ങൾ ആത്മാർത്ഥമായ നിയ്യത്താണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലിഹാദ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാകി യനാലുഹു തഖ്വാ മിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുക, അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് എത്തുക നിങ്ങളുടെ തഖ്വയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആവർത്തിച്ച് പറയട്ടെ, അതിന്റെ വലുപ്പവും വിലയും പറഞ്ഞ് ആ കർമ്മത്തിന്റെ ഇഖ്ലാസ് അതൊരിക്കലും കളയരുത്. അതാണ് ഒന്നാമതായി അറിവുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്നോടെന്ന പോലെ നിങ്ങളോട് നൽകുവാനുള്ള സന്ദേശം. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ടത്, ഇസ്ലാമിൽ പല രീതിയിലുള്ള അറിവുകളുണ്ട്. അതിലൊന്ന് ഇബാദത്തായ അറിവുണ്ട്, ആദത്തായ അറിവുണ്ട്, ഹറാമായ നിഷിദ്ധമായ അറിവുകളുണ്ട്. ഇബാദത്തായ അറിവെന്ന് പറയുന്നത് ഈ പറയുന്ന രൂപത്തിലുള്ള ഉദ്ഹിയത്ത്, അത് ഇബാദത്തായ അറിവാണ്. അതുപോലെ തന്നെ ഹജ്ജിന് പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ കർമ്മങ്ങളിൽ തമത്തുഉം ഖിറാനും, മൂന്ന് തരത്തിലുള്ള ഹജ്ജുണ്ട്. നമുക്കറിയുന്നത് പോലെ തമത്തു ഹജ്ജുണ്ട്, ഖിറാനായ ഹജ്ജുണ്ട്, ഇഫ്റാദുണ്ട്. ഇഫ്റാദായ ഹജ്ജിന് അറിവില്ല, അതേ സ്ഥാനത്ത് തമത്തുഉനും ഖിറാനിനും അറിവുണ്ട്, അത് ഇബാദത്തായ അറിവാണ്. അതുപോലെ തന്നെ പ്രായശ്ചിത്തമായി നൽകുന്ന അറിവുകളുണ്ട്, ഇബാദത്ത്. ഹജ്ജിന്റെ വേളകളിൽ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചകളിലുള്ള പ്രായശ്ചിത്തം അറിവ്. അതുപോലെ തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില വീഴ്ചകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് അറിവാണ്, അത് ഇബാദത്താണ്. അതുപോലെ തന്നെ അഖീഖ, കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിൽ 2 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്, അത് ഇബാദത്താണ്. അതാണ് ഇബാദത്തായ അറിവ്. അതുപോലെ തന്നെ ആദത്തായ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഒരുവിനെ അറുക്കുക, അത് ആദത്തായ അറിവാണ്. അതുപോലെ തന്നെ ഹറാമായ അറിവാണ്, അത് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി. എങ്ങനെ അല്ലാഹു അല്ലാത്തവർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്തവരുടെ പ്രീതിക്കും പൊരുത്തത്തിനും, അല്ലെ? നമ്മുടെ നാട്ടുകളിൽ എത്ര അറിവുകളുണ്ട്. ചെറുപ്പത്തിൽ അല്പമൊക്കെ പ്രായമുള്ള ആളുകൾക്കറിയാം, നമ്മുടെ നാട്ടില് ദിഫായി ശേഷന്റെ കോഴി ഉണ്ടാവും, ഉള്ളാത്തേക്കുള്ള ആടുണ്ടാവും, റബീഉൽ ആഖിർ കഴിഞ്ഞാൽ ബദിശേഷന്റെ പേരിൽ പോത്തും ഉണ്ടാവും. ആളുകൾ എന്തോ പറയാ,
ആരും സമ്മതിക്കൂല ഇത് ബദരീങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മൊയ്‌ദി ശേഖിന് വേണ്ടി അറുക്കുന്നതെന്ന് പറയില്ല. ആ കോഴിയെ റിഫായി ശേഖ് നേർച്ചയാക്കുമ്പോൾ അത് റിഫായി ശേഖനാണെന്ന് പറയില്ല, റിഫായി ശേഖിന്റെ പേരിലാണെന്ന് പറയില്ല. അതേപോലെ തന്നെ ഉള്ളാളത്തേക്ക് ആടിനെ നേർച്ചയാക്കുമ്പോൾ അത് ഉള്ളാളത്തെ തങ്ങൾക്കാണെന്ന് പറയില്ല. മറിച്ചെന്താ, അത് ന്യായമായി പറയാറുള്ളത് അറുക്കുമ്പോ ബിസ്മി പറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. സഹോദരങ്ങളെ, ഒരു ഹറാമായ തെറ്റായ കാര്യം ചെയ്യുമ്പോൾ അതിൽ ബിസ്മി പറഞ്ഞാൽ അത് ഹലാലാവോ? ഒരിക്കലുമില്ല. മദ്യപിക്കുന്ന ഒരാൾ ബിസ്മി പറഞ്ഞാൽ അത് ഹലാലാവോ? വ്യഭിചരിക്കുന്ന ഒരാള് ജിമാഇന് മുമ്പ് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന പറഞ്ഞ് വ്യഭിചരിച്ചാൽ അത് ഹലാലാവോ? അതുപോലെയാണ് നമ്മൾ മഖ്സദാണ്. ഒരാൾ ഒരു അറവ് നടത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ നിയ്യത്താണ്, ഉദ്ദേശമാണ് അവിടെ പരിഗണിക്കുക. അതുകൊണ്ടാണ് അല്ലാഹു അല്ലാത്തവർക്കുള്ള അറവ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്തവരുടെ പ്രീതിയും പൊരുത്തവും ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ അറവ് നടത്തിയാൽ അത് ശിർക്കാണ്. അതാണ് ഹറാമായ നിഷിദ്ധമായ അറവ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഏത് വരുന്നല്ലോ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെടുന്ന അറവ് പന്നി മാംസത്തോടും അതുപോലെ തന്നെ ശവത്തിനോടും രക്തത്തോടും അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. حرمت عليكم الميتة والدم ولحم الخنزير وما أحل لغير الله به. രക്തത്തോട് ശവത്തോട് പന്നി മാംസത്തോട് അതേപോലെ തന്നെ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശമാണ് ഒരാളുടെ പരിഗണിക്കപ്പെടുക എന്നർത്ഥം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അവിടെ പറഞ്ഞു حدثني رسول الله صلى الله عليه وسلم بأربع كلمات. അലി ഇബ്നു അബീ ത്വാലിബ് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 കാര്യങ്ങൾ കൊണ്ട് എന്നെ ഉപദേശിച്ചു. അതിലൊന്നെന്നറിയോ? ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു, മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ലഅനല്ലാഹ് മൻ ലഅന വാലിദൈ, അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആരാണ് മാതാപിതാക്കളെ ശപിക്കുന്നത്? മാതാപിതാക്കളെ ശപിക്കുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ലഅനല്ലാഹ് മൻ ആവാ മുഹ്ദിഥൻ, ഒരു മുഹ്ദിഥിന് അഭയം നൽകിയ ആളുകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇവിടെ മുഹ്ദത്ത് ബിദ്അത്ത് ചെയ്യുന്നവരോട് ഉദ്ദേശിക്കുന്നത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ തഫ്സീറിന്റെ മുഹദ്ദിസുകൾ പറഞ്ഞു, ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരാൾ ഗവൺമെന്റിന്റെ ശിക്ഷയ്ക്ക് വിധേയമായി ഒരു ഹദ് വിധിക്കുകയുണ്ടായി. ചാട്ടവാറ കൊണ്ട് അടിക്കാനോ അതല്ലെങ്കിൽ വധശിക്ഷയോ ഒരാളെ വിധിച്ചു ഇസ്ലാമിക രാജ്യത്ത്. അയാൾ ആ ഗവൺമെന്റിന്റെ സുരക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട വ്യക്തിക്ക് അഭയം നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമാകുന്ന പ്രവൃത്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഗവൺമെന്റ് തിരിച്ചേൽപ്പിക്കണമെന്നാണ്. അതുപോലെ തന്നെ ലഅനല്ലാഹ് മൻ ഗയ്യറ മനാറൽ അർദ്, മറ്റൊരു ശപിച്ച ആളെന്നറിയോ? ഭൂമിയുടെ അതിർത്തി നീക്കുന്ന ആളുകൾ. നമ്മുടെ നാട്ടിലെ ദേശം കണ്ടുവരുന്ന ആളുകൾ. ഇത്ര തർക്കങ്ങളാ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതിർത്തിയുമായി ബന്ധപ്പെട്ട്. ഈ തർക്കം നടക്കുന്നതിൽ രണ്ടിൽ ഒരാൾക്കറിയാം ഞാൻ ചെയ്യുന്നത് അനീതിയാണ്, അല്ലെ? അതുകൊണ്ടാണല്ലോ തർക്കം വന്നത്. ഞാൻ എന്റെ പറമ്പിലും അവരുടെ പറമ്പിലും കുത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. തർക്കം വരുന്നത് എവിടെയാണ്? അവിടെ ഒരാൾ നിയമം ലംഘിക്കുന്നത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഭൂമിയുടെ അതിർത്തി നീക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അറവുമായി ബന്ധപ്പെട്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാൽ നമ്മൾ ഇഖ്ലാസ് നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തി അറവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാതെ നോക്കുക. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയോ വലുപ്പമോ അല്ല. ഒരാൾക്ക് ചെറിയൊരു ആടിനെ അറുക്കാൻ സാധിച്ചു, പക്ഷെ അദ്ദേഹത്തിന്റെ ഇഖ്ലാസ് ആയിരിക്കും അതിനേക്കാളും വില കൂടിയ ഒട്ടകത്തെ അറുക്കുന്ന ആളുകൾക്ക് പ്രതിഫലം ലഭിക്കുക എന്നുള്ള കാര്യം നാം അറിയണം. അതുകൊണ്ട് ഇബാദത്തുകൾക്ക് ഇഖ്ലാസിന്റെ ആവശ്യകത നാം അറിയുക. ഇഖ്ലാസ് നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ നമ്മൾ വിട്ടു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين. ما بعد.
ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അറിവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു തർക്കം ഇത് നിർബന്ധമാണോ അല്ലേ എന്നുള്ള കാര്യത്തിലാണ്. എന്തായാലും ഈ ചർച്ചകൾക്കിടയിൽ അതൊരു നിസ്സാരമാക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ് പ്രമാണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പ്രഗത്ഭരായ മദ്ഹബിന്റെ ഇമാമിങ്ങൾ അടക്കം ഇത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഇമാം അബൂ ഹനീഫ, അതുപോലെ തന്നെ സുഫിയാൻ അൽ-സൗരി, ഇമാം ലൈസ്, ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു അജ്മഈൻ, ഈ പണ്ഡിതന്മാർ ഇത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ ആളുകളാണ്. അതുപോലെ തന്നെ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറയപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ഹിയ്യത്ത് വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് അതിനുള്ള ചില തെളിവുകൾ വിശുദ്ധ ആയത്തും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അതുകൊണ്ട് അതൊക്കെ നിസ്സാരമാക്കി കാണാൻ സാധിക്കുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുക, അതുപോലെ തന്നെ അറവ് നടത്തുക. അത് അമ്രിന്റെ കൽപ്പനയാണ്. ഫസല്ലി, നീ നമസ്കരിക്കുക എന്നുള്ളത് കൽപ്പന പോലെ തന്നെ വൻഹർ എന്ന് അതൊരു കൽപ്പനയായി വന്നതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ഉലമാക്കളും അല്ലാത്ത ആളുകളും ഇതൊരു നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസാണ്, മൻ വജദ സഅതൻ ലിഅൻ ഉദഹിയ ഫലം ഉദഹി, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദ്ഹിയ്യത്ത് അറുക്കാനുള്ള ശേഷി നൽകിയിട്ട് അവനത് അറുത്തില്ല എങ്കിൽ ഫലാ യഹ്ദുർ മുസല്ലാന, അവർ നമ്മുടെ ഈദ്ഗാഹിലെ മുസല്ലയിൽ ഹാജരാകേണ്ടതില്ല. ചില റിവായത്തുകളിൽ ഫലാ യഖറബന്ന മുസല്ലാന, നമ്മുടെ മുസല്ലത്തോട് അടുക്കാതിരിക്കട്ടെ എന്നുള്ള കൽപ്പനയാണ്. ഈ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വാജിബാണ്, നിർബന്ധമാണ് എന്ന് പറഞ്ഞ. എന്നാലും ഈ തർക്കങ്ങളുടെയൊക്കെ ഇടയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇതൊരു മുഅക്കദായ സുന്നത്താണ്. കാരണം അതുകൊണ്ട് തന്നെ അത് വീഴ്ച വരുത്തുക പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ് പ്രമാണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുനൻ തിർമിദിയിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു ദിവസം ഇതിനോട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, അനിൽ ഉദ്ഹിയ്യ, ഈ അറവിനെ സംബന്ധിച്ച്, ഉദ്ഹിയ്യത്ത് അത് നിർബന്ധമാണോ? ഫഖാല, അന്നേരം ഇബ്നു ഉമർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂൻ. ഇബ്നു ഉമറിനോടുള്ള ചോദ്യം ഉദ്ഹിയ്യത്ത് നിർബന്ധമാണോ എന്നുള്ളതാണ്. അതിന് മറുപടിയായി ഇബ്നു ഉമർ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ഉദ്ഹിയ്യത്ത് നടത്തിയിട്ടുണ്ട്. ഫഅആദഹ അലൈഹി, ഈ മനുഷ്യന് വീണ്ടും അത് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇബ്നു ഉമറിന്റെ ചോദ്യം എന്താ പറയുക, അവാജിബത്തുൽ ഹി, ഇബ്നു ഉമർ ഇത് നിർബന്ധമാണോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് നിർബന്ധമാണ് എന്നുള്ളതാണ്. ഈ ചോദ്യം ആവർത്തിച്ചപ്പോൾ ഫഖാല ഇബ്നു ഉമർ, ഇബ്നു ഉമർ ആ മനുഷ്യരോട് തിരിച്ചു പറഞ്ഞ മറുപടി എന്താ, അതാഖിൽ, നിനക്ക് ബുദ്ധിയില്ലേ? ഞാൻ എന്താ നിങ്ങളോട് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ മുസ്ലിമൂൻ, അല്ലാഹുവിന്റെ റസൂലും മുസ്ലിമീങ്ങളും ഉദ്ഹിയ്യത്ത് നടത്തിയിട്ടുണ്ട്. വാജിബാണെന്നുള്ള ചോദ്യത്തിന് മറുപടി എന്താ? അല്ലാഹുവിന്റെ റസൂലും മുസ്ലിമീങ്ങളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്ര ഗൗരവത്തിൽ പറയുന്നത്. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാൻ സാധിക്കും, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 വർഷം മദീനയിൽ ജീവിച്ചു. ആ 10 വർഷവും അല്ലാഹുവിന്റെ റസൂൽ ഉദ്ഹിയ്യത്ത് നടത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് അത് നമ്മൾ മനസ്സിലാക്കുക, അല്ലെ? മരിക്കുന്ന സമയത്ത് എന്തോ ഒരു ആവശ്യത്തിന് സ്വന്തം പടയ്ക്ക് ജൂതന്റെ അടുത്ത് പണയത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ. മരിക്കുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു തആലയുടെ അടുത്ത് കത്തിക്കാൻ വിളക്കിൽ എണ്ണയില്ല, അത് അപ്പുറത്ത് കിട്ടുന്ന കടം വാങ്ങിയതാണ്. ഈ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ 10 വർഷം മദീനയിൽ ജീവിച്ചിട്ട് 10 വർഷം ഉദ്ഹിയ്യത്ത് നടത്തിയിട്ടുണ്ട് എന്നാണ് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു നിസ്സാരമായി കാണേണ്ട ഒരു സംഗതിയല്ല ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. അതാണ് ചില പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം വാജിബാണെന്ന് പറയാൻ അവരെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അറുക്കേണ്ട ഒരുവിനെ സംബന്ധിച്ച് ഉലമാക്കൾ വിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് അത് ബഹീമത്തുൽ അൻആം. ബഹീമത്തുൽ അൻആം എന്ന് പറഞ്ഞാൽ ആട്, മാട്, ഒട്ടകങ്ങളാണ്. അതിന്റെ ഫിഖിയായ ചില മസലകൾ, ഈ ആട്, മാട്, ഒട്ടകങ്ങളിൽ ഇതിന്റെ വയസ്സ് പരിഗണിക്കേണ്ടതുണ്ട്. ഒരു ഒട്ടകമാണ് എങ്കിൽ അതിന് 5 വയസ്സ് പൂർത്തിയാകുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലില്ല എങ്കിലും അത് ഫിഖിയായ മസല മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
ഒരു ഒട്ടകത്തെ അറുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അതിന് 5 വയസ്സ് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പശുവിനെ സംബന്ധിച്ചിടത്തോളം, പശു പോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് 2 വയസ്സ് പൂർത്തിയാകണം. നമ്മുടെ നാട്ടിലുള്ള കോലാടിനെ സംബന്ധിച്ച് 1 വയസ്സ് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിന് മസ്ജിദിൽ ചെറിയൊരു വ്യത്യാസം. ഈ ചെമരിയാട് എന്ന് പറയുന്ന നഈമി ആ ആടിനെ സംബന്ധിച്ചിടത്തോളം അതിന് 6 മാസം പൂർത്തിയാൽ മതിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ആടിനെ സംബന്ധിച്ചിടത്തോളം 1 വയസ്സ് പൂർത്തിയായി. ഇത് പറയാൻ കാരണം എന്നറിയോ? പലപ്പോഴും ആളുകൾ വിലയാണ് നോക്കിപ്പോ, പ്രായം നോക്കൂല. ഇന്നിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആടിന്റെ പ്രായം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പാരമ്പര്യമായി നമുക്ക് കിട്ടിയിട്ടില്ല. അറബികളെ സംബന്ധിച്ചിടത്തോളം വായ തുറന്ന് പല്ല് നോക്കിയാൽ ഒരാടിന്റെ പ്രായം എത്രയാന്നുള്ളത് ഏതൊരു അറബിക്കും അറിയും. നമ്മുടെ നാട്ടിലെ ഒന്നും അറിയില്ല. ഈ പറഞ്ഞ എനിക്കും അറിയില്ല, നമുക്ക് ആർക്കും അതിനെ കുറിച്ച് അറിവില്ല. പിന്നെ ആകെ ഒരു ധാരണ എന്താ? ആ ആട് തരുന്ന ആള് പറയുന്നത് വിശ്വസിക്കുക മാത്രമാണ്. അതുകൊണ്ട് അത്രയും വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം നമ്മൾ വാങ്ങാൻ പാടുള്ളൂ. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് പോലെ, കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പോലെ ആരും എഴുതി വെക്കാറുമില്ല. വീട്ടിൽ ഒരു ആട് പ്രസവിച്ചാൽ ഡയറിയിൽ എഴുതി വെക്കൂല, എന്നിട്ട് ആ ഡേറ്റ് നോക്കിയിട്ടൊന്നും കൊടുക്കൂല. അതുകൊണ്ട് ഈ വയസ്സ് പൂർത്തിയായില്ലെങ്കിൽ അത് ഉദയത്തായി പരിഗണിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ് അത് അത്ര ഗൗരവത്തിൽ പറയുവാനുള്ള കാരണം. അതുപോലെ തന്നെ ഇതില് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സൗകര്യം എന്നോണം ആ ഒട്ടകത്തിലും മാടിലും പശുവിലും അതുപോലെ തന്നെ പോത്തിലുമൊക്കെ ആളുകൾക്ക് പങ്കുചേരാവുന്നതാണ്. അത് ഏതുവരെ? 7 വരെ ആകാവുന്നതാണ്. 7 ആകണം നിർബന്ധമില്ല. അങ്ങനെ ചില ആളുകൾ ഒരു ഉരുവിനെ വാങ്ങിയിട്ട് ഒരാളെ കുറവുണ്ട് ഇങ്ങനെ മെസ്സേജ് വരും, അല്ലെങ്കിൽ 2 ആളെ കുറവുണ്ടെന്ന് പറയും. ആളുകളെ ധാരണ എന്ന് വെച്ചാല് ഒരു ഉരുവിന് 7 ആളായാലേ അത് പൂർത്തിയാകുന്നുള്ളതാണ്. ഒന്നുമല്ല, ഒരാൾക്ക് ഒരു ഒട്ടകത്തെ, ഒരാൾക്ക് ഒരു പശുവിലേക്ക് അറുക്കാം. പരമാവധി 7 വരെ ആകാവും എന്നേ ഉള്ളൂ. അതല്ലാതെ 7 ആകണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ആടിനെ സംബന്ധിച്ചിടത്തോളം അത് ഷെയർ ചേരാൻ പാടുള്ളതല്ല. അത് ഒരാളാണ് അറുക്കേണ്ടത്. കാരണം ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നഹർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാൽ ഹുദൈബിയ വർഷം ഞങ്ങൾ റസൂലിനോടൊപ്പം അറവ് നടത്തി. അൽ ബദന അൻ സബഅതി, അതിൽ ഞങ്ങൾ ഒട്ടകത്തിൽ 7 പേര് ഷെയർ ചേർന്നു. വൽ ബഖറത അൻ സബഇ, ഇബ്നുമാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഞങ്ങൾ അതില് പശുവിലും ഞങ്ങൾ 7 ആളുകൾ ചേർന്നുകൊണ്ടാണ് അത് അറവ് നടത്തിയത് എന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അറവ് നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഉരുവിന്റെ ന്യൂനതകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 4 കാര്യങ്ങൾ ഉള്ള ഒരു അത് ഉദ്ഹിയത്തിന് പറ്റുകയില്ല. അഥവാ കാഴ്ച ശക്തി പാടെ നഷ്ടപ്പെട്ട ഒരു അത് അറവിന് പറ്റുകയില്ല. വ്യക്തമായ രോഗമുള്ളത്, അല്ലെ? ഇപ്പൊ ആന്തരിക രോഗമുള്ളത് നമുക്ക് അറിയില്ല, അതുകൊണ്ട് അതൊരു കുഴപ്പമില്ല. അത് പ്രകടമായ രോഗമുള്ളത് ഇതിന് പറ്റുകയില്ല. അതുപോലെ തന്നെ വ്യക്തമായ മുടന്തുള്ളത് അതും അറിവിന് പറ്റുകയില്ല. അതുപോലെ തന്നെ മജ്ജയില്ലാതെ മെലിഞ്ഞൊട്ടിയ എല്ലും തൊടുന്നറിയില്ലേ, അതുപോലുള്ള ഉരുവും അറിവിന് പറ്റുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അറിവിന്റെ സമയം അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഒരിക്കലും നമസ്കാരത്തിന് മുമ്പാകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താ പറയും, ചില സന്ദർഭങ്ങളിലെങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും അറിവുകാരെ കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യും? എല്ലാവർക്കും പെരുന്നാൾ ദിവസം പോകണം. അപ്പൊ ചിലര് ചെയ്യുന്നറിയോ, രാവിലെ അറുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി വരും. ചില പണിയൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യും. അറവായിട്ട് പരിഗണിക്കും, ഉദ്ഹിയത്തായിട്ട് പരിഗണിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ സല്ലല്ലാ സലാത്തനാ വനസക നുസുകനാ ഫഖദ് അസാബ സുന്ന. ആരാണ് നമ്മുടെ നമസ്കാരം നമസ്കരിക്കുകയും നമ്മൾ അറുത്തതുപോലെ അറുക്കുകയും ചെയ്താൽ ഫഖദ് അസാബ സുന്ന, അവൻ സുന്നത്തിനെ പിൻപറ്റിയവരാണ്. വമൻ ദബഹ ഖബ്ല അൻ യുസല്ലിയ, ആരെങ്കിലും നമസ്കരിക്കുന്നതിന് മുമ്പ് അറവ് നടത്തിയാൽ ഫൽയുഇദ് മകാനഹ ഉഖറ, അവൻ ഉദ്ഹിയത്താകണമെങ്കിൽ വീണ്ടും ഒരു ഉരുവിനെ ആ സ്ഥാനത്ത് അറുക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും നമസ്കാരത്തിന് മുമ്പ് അറവ് നടത്താൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ അറവ് അയ്യാമുൽ തശ്രീഖിന്റെ അഥവാ ദുൽഹിജ്ജ 13 അസർ നമസ്കാരം വരെ സമയമുണ്ട്. അതുവരെ നമുക്ക് പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ ഒരു ചർച്ച,
ഒരു കുടുംബത്തിൽ ഒന്ന് മതിയാകോ അതല്ല ഒന്നിൽ കൂടുതൽ അറുക്കേണ്ടതുള്ളതാണ്. ആ സുദീർഘമായ ചർച്ചയിൽ ഉലമാക്കൾ പറഞ്ഞത് ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ കൂടുതൽ അറുക്കാൻ ആവതില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു അതെന്താണെങ്കിലും ഒരു കുടുംബത്തിന് മതിയാവുന്നതാണ്. സഹാബികൾ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അത് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം പെരുന്നാൾ ദിവസം തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും പവിത്രമായ ദിവസം എന്ന് പറയുന്നത് യൗമുൻ നഹ്ർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10 അറവിന്റെ ദിവസമാണ്. അതുപോലെ തന്നെ യൗമുൽ ഖർ എന്ന് പറഞ്ഞാൽ ഈ അയ്യാമുൽ തശ്രീഖ് ദിവസങ്ങളാണ്. ആളുകൾ മിനയിൽ തമ്മിൽ കഴിഞ്ഞുകൂടുന്ന ആ സന്ദർഭമാണ്. അതുപോലെ തന്നെ അറവിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില ബിദ്അത്തുകൾ അറിയാതെ നമ്മളിലേക്ക് കടന്നു വരാറുണ്ട്. അതിൽ പെട്ടതാണ് ഈ അറവിന്റെ സ്ഥലത്ത് പോയി ആളുകൾ കൂട്ടമായി തക്ബീർ പറയുക എന്നുള്ളത്. ഉലമാക്കൾ പറഞ്ഞത് ബിദ്അത്താണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി അയ്യാമുൽ തശ്രീഖിന്റെ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ധാരാളക്കണക്കിന് അല്ലെ തക്ബീർ പറഞ്ഞുകൊണ്ടേയിരിക്കുക. മുത്ലഖും മുഅയ്യദും, ആ മുത്ലഖായ ധാരാളക്കണക്കിന് തക്ബീർ പറയുന്ന സന്ദർഭത്തിൽ പറയുന്ന തക്ബീർ അല്ലാതെ അറവിന്റെ സമയത്ത് പോയിട്ട് എന്ത് ആളുകൾ ഒന്നിച്ച് തക്ബീർ പറയുക എന്നുള്ളത് അത് ബിദ്അത്താണ്, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ആകെ തക്ബീർ പറയേണ്ടത് ആ അറുക്കുന്ന ആളുകൾ മാത്രമാണ്. ബിസ്മില്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുവൻ അറുക്കേണ്ടത്. അല്ലാഹുമ്മ ആദാ മിൻക വലക് എന്ന് കൂടി പറയുക. അല്ലാഹുവേ, ഇത് നിന്നിൽ നിന്നാണ്, ഇത് നിന്നിലേക്കാണ് എന്ന് കൂടി പറയാം എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് മാംസം കഴിക്കാവുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഫഖുലു മിൻഹാ, അതിൽ നിന്ന് കഴിക്കുകയും വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, സാധുക്കളായ ആളുകൾക്ക് അതിൽ നിന്ന് വിഹിതം കൊടുക്കുകയും ചെയ്യാം. ഉലമാക്കൾ അതിനെ 3ആയി വിഭജിക്കാനും, 1/3 സ്വന്തത്തിനും 1/3 കുടുംബക്കാർക്കും 1/3 സാധുക്കൾക്കും വിതരണം ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഉലമാക്കൾ അതിനെ നമുക്ക് വേർതിരിച്ച് തന്നിട്ടുണ്ട്. ആ രീതിയിലും ചെയ്യാം. അതെല്ലാം നമുക്ക് മൊത്തം അങ്ങനെ സദഖ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിൽ നിന്ന് തിന്നുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, തിന്നാവുന്നതാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അറഫ നോമ്പ് എന്നുള്ളത്. അറഫ നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കപ്പെട്ടു. ഫഖാല, റസൂൽ പറഞ്ഞു, യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ, ആ ദിവസത്തിലെ ഒരൊറ്റ ദിവസത്തെ യൗമുൽ അറഫയിലെ നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആ ഒരു ദിവസത്തെ നോമ്പ് എന്നുള്ളത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തിലെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു നോമ്പാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൽ തിന്നുക കുടിക്കുക എന്ന് പറഞ്ഞാൽ വളരെയേറെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ നാട്ടില് ഇന്നും അതിനൊരു ബോധം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എത്രയോ ആളുകൾ, സഹോദരങ്ങൾ നോക്ക്, യൗമുൽ അറഫാന്റെ ദിവസം പരസ്യമായി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് വരാനിരിക്കുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള ഒരു അവസരം തന്നിട്ട് അതുപോലും പരിഗണിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് കാര്യത്തിൽ നമ്മുടെ കുടുംബത്തെ, ഭാര്യമാരെ, മക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവരും നമ്മൾ ബോധവൽക്കരിക്കുക. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും അതിനുള്ള സൗകര്യം ചെയ്ത് നമ്മൾ കൊടുക്കുക. ആ ദിവസത്തെ ജോലിയിൽ അല്പം ജോലി കുറച്ചു കൊടുത്ത് അവർക്ക് നോമ്പുറക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അത് നോമ്പിനെ അവർ പ്രോത്സാഹിപ്പിക്കുക. മക്കളെ പ്രോത്സാഹിപ്പിക്കുക, കുടുംബത്തെ പ്രോത്സാഹിപ്പിക്കുക, കൂട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ കൊണ്ടുവരുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നിങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തെരുമാറാകണമേ. അള്ളാഹു ജീവിക്കുന്ന കാലം അത്രയും നിന്റെ ഇഷ്ടത്തിലും അള്ളാഹുവിന്റെ പൊരുത്തത്തിലും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.